ഹലോ എക്സാമിനറിൻ്റെ SSLC മക്കളെ, അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഫുൾ A+ വേണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? അത് ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ SSLC പബ്ലിക് എക്സാമിനേഷൻ ആയിക്കോട്ടെ, പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് ഷീറ്റ് വരുമ്പോൾ അതിൽ A+ മാത്രം കാണുന്നത് ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അതൊരിക്കലും നമുക്ക് അതിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പേരൻസിനായിരിക്കും ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു മൂമെൻറ്റിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ ഫീലിംഗ് ആണ്. അതിന് വേണ്ടിയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിപൊളിയായിട്ട് ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ തന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ പലർക്കും ഉള്ളിലൊരു വിശ്വാസം വരുന്നുണ്ടാവില്ല അല്ലേ? നിങ്ങളോട് പേഴ്സണലി ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് വെറുതെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കിട്ടുമോ കിട്ടിയോ ഇല്ലയോ വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഓണസ്റ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ വിഷയമുള്ള കാര്യമല്ല, നിങ്ങളെ കൊണ്ട് ഫുൾ A+ നേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത് ചെയ്യുക മാത്രം നിങ്ങൾ ചെയ്യണം. റെഡി? ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം, എന്നാലേ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കഥ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ട്രൂ ഇൻസിഡൻ്റ് ആണ്. ഏതാണ്ട് 2 വർഷം മുൻപ് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചൊരു സ്റ്റുഡൻറ്റിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുബഷിർ CP എന്നായിരുന്നു. അപ്പം +1 ഈ കുട്ടി നമ്മുടെ കൂടെ പഠിച്ചത്. ആദ്യം യൂട്യൂബിലൊക്കെ ആയിരുന്നു പഠിച്ചു തുടങ്ങിയത്, പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ യൂട്യൂബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് നമ്മുടെ ലൈവ് ചാറ്റിൽ, എനിക്ക് തോന്നുന്നു അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സിലായിരിക്കണം, അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സിൽ വന്നു, മുബഷിർ CP എനിക്ക് പറ്റൂല മിസ്സേ. മിസ് എന്തോ ക്ലാസ് എടുത്തുകൊണ്ടായിരിക്കും, അയാൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മാർക്ക് ഒന്നും കിട്ടുന്നില്ല, മോഡൽ എക്സാമിൽ എന്തൊക്കെയോ വളരെ മാർക്ക് കുറവായിട്ടാണ് +1 മോഡൽ പരീക്ഷ കിട്ടിയത്. അങ്ങനെ എക്സാമിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത്, എൻ്റെ ഒന്ന് ഓർമ്മ ശരിയാണെങ്കിൽ 1.5 മാസമോ 3 മാസമോ ഒക്കെ ഉള്ളൂ, ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു കമൻറ്റ് വരുന്നത്. അയാൾക്ക് പറ്റുന്നില്ല. പക്ഷേ അയാൾ ചെയ്തത്രയേ ഉള്ളൂ, ഓക്കെ പറ്റുന്നില്ല, ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനെ വിചാരിക്കാണ്ട് നമ്മുടെ എക്സാമിനറിൽ എന്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ലൈവുകൾ വരുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് അയാൾ വന്ന് ഫോളോ ചെയ്തു. കമൻറ്റ് സെക്ഷനിലും ലൈവ് ചാറ്റിലൊക്കെ വളരെ ആക്റ്റീവായി ചെയ്തിരുന്നു. ആദ്യമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. മെൻറ്റ് കളിക്കാൻ തുടങ്ങി. മെൻറ്റ് കളിക്കുമ്പോഴൊന്നും ലീഡർ ബോർഡിലൊന്നും കയറുന്നില്ല. പക്ഷേ മെല്ലെ ലീഡർ ബോർഡിൽ കയറി അവസാനം ആയപ്പോഴത്തേക്കും ഫസ്റ്റ് വരെ അടിച്ചു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, മുബഷിർ CP എന്ന ഞാനെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേ മുബഷിർ CP ഫസ്റ്റിൽ വരെ എത്തി. എന്നിട്ട് അവസാനം +1 പരീക്ഷ കഴിഞ്ഞ് പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. 520-ൽ 1 മാർക്ക് പോലും പോവാതെ ഫുൾ 100% 520 മാർക്കാണ് ഇദ്ദേഹം വാങ്ങിച്ചെടുത്തത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ ലെവൽ ഏറ്റവും ബോട്ടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ വരെ ഫുൾ, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല, ഇനി 1 മാർക്ക് പോലും കളയാതെ ഫുൾ മാർക്ക് വാങ്ങിച്ചു. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എക്സാമിനറിൻ്റെ ആ വർഷത്തെ ബാച്ചിൽ 32 സ്റ്റുഡൻസിനാണ് ഫുൾ മാർക്ക് കിട്ടിയത്. A+ അല്ല പറയുന്നത്, ഫുൾ മാർക്ക്. 1 മാർക്ക് പോലും പോയില്ല +1. വേറെ ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അതിൽ ഒരു ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് നമ്മുടെ മുബഷിർ CP. അപ്പോൾ ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങളിപ്പോൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു പ്രസക്തിയുമില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ, ഞാൻ ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചറാണ്, എന്നോട് ടീച്ചേഴ്സൊക്കെ എപ്പോഴും ചീത്ത പറയും, നിന്നെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ വല്ല പാസ്സൊക്കെ ആവാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. നിങ്ങളെ പറ്റി വിചാരിക്കുന്നോ, ബാക്കിയുള്ള നിങ്ങളെ പറ്റി വിചാരിക്കുന്നോ, നിങ്ങളുടെ പേരൻസ് വരെ നിങ്ങളെ പറ്റി വിചാരിക്കുന്നോ വിഷയമുള്ള കാര്യമല്ല. അത് നല്ലതാവും മോശമാവും വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനും, നിങ്ങൾ ആ ഹാർഡ് വർക്ക് എന്ന് പോലും ഞാൻ പറയില്ല, നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഫുൾ മാർക്ക് വേണ്ട, A+ വാങ്ങിക്കാൻ പറ്റില്ലേ? വാങ്ങിക്കാൻ പറ്റും. അത് അത്രയേ ഉള്ളൂ. ഇനി ഇതെന്താണ് സാർ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇയാൾ ചെയ്ത കാര്യം തന്നെ ചെയ്തോ. ഇയാൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എല്ലാ വീഡിയോസും വന്നിരുന്ന് കണ്ടു, എല്ലാ ലൈവിലും പങ്കെടുത്തു, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കാരണം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, നമ്മുടെ ഈ എക്സാമിനറുടെ SSLC ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും, എല്ലാ ലൈവുകളും, ഒരു 95% ലൈവുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് പഠിച്ചാൽ 100% ഗ്യാരണ്ടീഡ് ആണ് നിങ്ങളുടെ ഫുൾ A+. നിങ്ങൾ ബാച്ചിലേയും കൂടി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ബാച്ചും കൂടി കണ്ട് നിങ്ങൾക്ക് വേറെ ലെവൽ കോൺഫിഡൻസും കൂടി കിട്ടും. എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് കൂടി കണ്ടാൽ 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നിങ്ങൾ ഇതുവരെ എന്താ ചെയ്തത് എനിക്കറിയില്ല.
ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുണ്ട് മക്കളെ, സത്യസന്ധമായിട്ട് പറയാം, നിങ്ങൾ വെറുതെ ഉഴപ്പി പോകരുത്. നിങ്ങൾക്ക് ശരിക്കും പറ്റും. ആകെ ചെയ്യേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും, അത് ക്രിസ്മസ് എക്സാമാണ്, ക്രിസ്മസ് എക്സാം വരെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും കാണാം. അതിനുശേഷം അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും, എല്ലാ ക്ലാസ്സുകളും പറ്റുന്ന അത്രയും സിൻസിയറായിട്ട് നിങ്ങളിരുന്ന് കണ്ടാൽ 100% ഞാൻ വെറുതെ പോലും പറയല്ല, ഗ്യാരണ്ടി തരുന്നു, ഫുൾ A+ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിലൊരു സംശയമില്ല. ഇതൊരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫുൾ A+ കിട്ടും എനിക്ക് വേണമെങ്കിൽ പറയാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതുപോലുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സിൻസിയറായിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് കിട്ടും. കാരണം നിങ്ങൾക്ക് അത് ലഭിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് എന്തൊക്കെയാണോ തരേണ്ടത് അത് തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. അല്ലാണ്ട് വെറുതെ കുറേ ചാപ്റ്റർ അല്ല തരുന്നത്. കറക്റ്റായിട്ട് സ്ട്രക്ചേർഡായിട്ട് ഒരു ചാപ്റ്റർ 1 ഷോട്ടിൽ എടുക്കുന്നു, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിൻ്റെ മെൻഡ് ചെയ്യുന്നു, അത് വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്ത് അവസാനം പരീക്ഷ, ക്രിസ്മസ് എക്സാമാണ്, ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് മാരത്തോൺ തരുന്നു. ആ മാക്സിമം നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാക്കാൻ വേണ്ടിയുള്ള രീതി തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇനി മുതൽ നിങ്ങൾ വീഡിയോ കാണാൻ തീരുമാനിക്കാം. ഓക്കെ, ഈ ചാനലിൽ വരുന്ന എല്ലാ കാര്യവും നിങ്ങളോട് ഫോളോ ചെയ്യാൻ തീരുമാനിക്കാം. എന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. അതായത് എല്ലാ വീഡിയോയും അല്ലെ എല്ലാ ലൈവും നിങ്ങൾ കണ്ടതിന് ശേഷം ജസ്റ്റ് അവർ കമൻറ്റ് ബോക്സിൽ, ഓക്കെ, ഭയങ്കര സ്റ്റൈലായിട്ടൊന്നും വേണ്ട, ഐ വാസ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താണ്, ഞാനിവിടെ ഉണ്ടായിരുന്നു. മലയാളത്തിൽ കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഈ ലൈവ് ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോൻ്റെ എല്ലാ ലൈവിൻ്റെ താഴെ നിങ്ങൾ ഒന്നങ്ങോട്ട് കമൻറ്റ്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് ചെയ്യാം. ഒരു കാര്യം ഞാൻ വേണേ നിങ്ങൾ ലൈവ് വേണേൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്തുവോ എന്ത് വേണേൽ ചെയ്തോ. നിങ്ങൾ എല്ലാ വീഡിയോൻ്റെയും ലൈവിൻ്റെയും താഴെ വന്ന് ഈ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ ഉറപ്പ് വരുന്നു, SSLC പരീക്ഷ കഴിയുമ്പോൾ ഫുൾ A+ അല്ലാണ്ട് വേറെ ഒരു ഗ്രേഡും ഒരു സബ്ജക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, വെറുതെ ഒന്നും കമൻറ്റ് ചെയ്ത് കാര്യമില്ല. ആ ക്ലാസ് കറക്റ്റായിട്ട് കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ 100% ഗ്യാരണ്ടിയാണ്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫുൾ A+ നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യുക. നമ്മളിനി ക്ലാസ്സിൽ കാണുന്നതായിരിക്കും.